ഗുഡ് മോർണിംഗ്. ഇന്ന് ഫുക്കോക്കിലെ നമ്മുടെ 3rd ഡേ ആണേ. ഇന്നത്തെ പ്രോഗ്രാം എല്ലാം ഫുള്ളി പാക്ഡ് ആണ്. ഇന്നാണ് നമ്മൾ 4 ഐലൻഡ് ടൂർ, കേബിൾ കാർ യാത്ര, സൺസെറ്റ് ടൗൺ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളായിട്ടും 4 ഐലൻഡ് ടൂറും വാട്ടർ പാർക്ക് ആക്ടിവിറ്റീസോട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇന്നത്തേത് ഒരു ഗ്രൂപ്പ് ടൂറാണ്. അതുകൊണ്ട് രാവിലെ നമ്മളെ പിക്ക് ചെയ്യാൻ വന്ന ഡ്രൈവറല്ല, ഒരു ട്രാവലറാണ്. ഇതിലുള്ള എല്ലാവരും ഇന്ന് 4 ഐലൻഡ് ട്രിപ്പിന് വന്നിരിക്കുന്നതാണേ. ആ ട്രാവലർ നമ്മളൊരു ഹാർബറിൽ കൊണ്ടാക്കി. ആ ഹാർബർ നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. അവിടെയുള്ള എല്ലാവരും ഇതേ 4 ഐലൻഡ് ട്രിപ്പിന് വന്നിരിക്കുന്നതാണേ. ആ ഹാർബർ നിറയെ ബോട്ടുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ഈ ബോട്ടിൽ നമുക്കൊരു ഗൈഡ് ഉണ്ടാവുകയെ. ഇവരാണ് നമ്മളെ എല്ലാ ദ്വീപിലോട്ടും കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്നുള്ള യാത്രയെല്ലാം സ്പീഡ് ബോട്ടിലാട്ടോ. സെബാനും സെറയും ഫസ്റ്റ് ടൈമാണ് സ്പീഡ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ബോട്ടിൽ പോകുമ്പോൾ തന്നെ മുകളിൽ കൂടെ കേബിൾ കാർ പോകുന്നത് നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ ഡെസ്റ്റിനേഷൻ ദ്വീപിലോട്ട് നമുക്ക് കേബിൾ കാർ മുഖേന എത്താം. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ദ്വീപുകളൊക്കെ കണക്ട് ചെയ്ത് ബോട്ടിലെത്തുന്ന രീതിയിലാണേ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി കേട്ടോ, കോക്ക് ഹിയാൻ സീ. നമ്മളിവിടെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് സീ വാക്കിംഗ് ആണ്. കടലിനടിയിൽ പോയി മത്സ്യങ്ങളിലൊക്കെ കൂടെ നടക്കാം. Okay, please look at the television. When you join sea, you don't need to know how to swim and dive. No swimming, no diving. One skills. ഇതിൻ്റെ പേയ്മെൻറ്റ് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. അത് നമുക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. നമ്മുടെ കൂടുതൽ നിശ്ചയം മാത്രമേ ചെയ്തോളേ. നമ്മുടെ തലയിലൊരു വലിയ ഹെൽമെറ്റൊക്കെ ഇട്ട് ഫേസും ഹെയറും നനയാത്ത രീതിയിൽ അവർ നമ്മളെ കടലിൻ്റെ അടിയിലോട്ട് കൊണ്ടുപോട്ടോ. ഈ ഫുക്കോ ഐലൻഡിനെ ചുറ്റിപ്പറ്റി കുറച്ചധികം ഐലൻഡുകളുണ്ട്. അതിൽ ഹോങ്കോങ് ഐലൻഡിലോട്ടാണ് നമ്മളീ പോകുന്നത്. അതിനിടയിൽ 2-3 ദ്വീപും അവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യേ. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. ബോട്ടിൽ കയറി നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവുകയാണേ. 1 hour ആട്ടോ നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം. മായറൂത്ത് ടോങ് എന്നാണ് ദ്വീപിൻ്റെ പേര്. ആ ദ്വീപും അവിടുത്തെ കാഴ്ചകളൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും വെളുത്ത മണൽത്തരികളും ചെറിയ കാറ്റും തെങ്ങും തോപ്പും. ഈ ഫ്രണ്ടിൽ പോകുന്നത് നമ്മുടെ ഗൈഡാട്ടോ. നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ആൾ നല്ല ഹെൽപ്പിംഗ് ആയിരുന്നേ. ക്യൂ നിൽക്കേണ്ട സ്ഥലങ്ങളിലും ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലങ്ങളിലും എന്തിന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പോലും അയാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ദ്വീപാണ്. അധികം റഷൊന്നുമില്ല. ഫാമിലിക്കൊക്കെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് റെസ്റ്റ് എടുക്കാം. അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. നിറയെ റെസ്റ്റ് ഏരിയയും ഫുഡ് കഴിക്കാനുള്ള സ്ഥലവും വാഷ്റൂംസും ചേഞ്ചിങ് റൂംസും അങ്ങനെ ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു ബീച്ച് സ്പേസ്. ഞാനിവിടുത്തെ വാഷേരിയുടെ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു തരാവേ. നമുക്ക് എത്ര ക്ലീൻ ആണെന്ന്, ഒരു ബീച്ചായിട്ടുള്ളതാണെന്നേ പറയത്തില്ല. നല്ല വൃത്തിയിൽ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാ ഏരിയയിലും നല്ല ഫോട്ടോ സ്പോട്ടാട്ടോ. നമ്മുടെ പാക്കേജിനകത്ത് ഈ ദ്വീപിൽ വെച്ചുള്ള കുറേ ഫോട്ടോസും വീഡിയോസും കൂടെ ഇൻക്ലൂഡഡ് ആണ്. സോ അവർ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ചെയ്ത് തന്നിട്ടോ. എനിക്ക് തോന്നുന്നു ഫുക്കോക്കിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഐലൻഡ് ഇതാണെന്ന്. ഇനി അടുത്തത് വാട്ടർ ആക്ടിവിറ്റീസ് ആണ്. അപ്പനും മോനും നേരെ പോയത് ജെസ്കി ട്രൈ ചെയ്യാനാണ്. വാട്ടർ ബൈക്ക് അവരെ ഭയങ്കര പ്രൊഫഷണലായിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടോ. അവരെ കംഫർട്ടബിളായിട്ട് ഇരുത്തി ബൗണ്ടറീസൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ അടിപൊളിയായിട്ട് ആ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്ത് തന്നെ. ആക്ച്വലി റൈഡ് നല്ല വർത്തായിരുന്നേ. സെബാൻ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോയി. നെക്സ്റ്റ് പോകുന്നത് സ്നോർക്കലിംഗ് ചെയ്യാനാണ്. അതൊരു സെപ്പറേറ്റ് ഐലൻഡ് അല്ല, കടലിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ കേട്ടോ. ബ്ലൂ ഓഷ്യൻ സ്റ്റാർ ഫുക്കോക്ക് അങ്ങനെ കേട്ടോ അതിൻ്റെ നെയിം. ഒരുപാട് പേര് സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആണേ. ഇതിന് സ്പെഷ്യൽ ചാർജൊന്നുമില്ല. ഇത് നമ്മുടെ ട്രിപ്പിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആട്ടോ. അതുപോലെ നമുക്ക് നീന്തലൊന്നും അറിഞ്ഞിരിക്കണമെന്നില്ല. ലൈഫ് ജാക്കറ്റ് ഇട്ട് വെള്ളത്തിന് മുകളിൽ അങ്ങനെ പൊങ്ങിക്കിടക്കാം. അതുപോലെ ഇതിന് വേണ്ട ക്യാപ്പും ട്യൂബൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുകയെ നമ്മളൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ആക്ച്വലി നമ്മളിവിടെ ചെന്നിട്ട് ഇത് ട്രൈ ചെയ്യാൻ നിന്നില്ല. കുട്ടികളെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഹൈജീൻ്റെ കാര്യത്തിൽ തീരെ റിസ്ക് എടുക്കാൻ വയ്യായിരുന്നു. ആക്ച്വലി അവർ നല്ലപോലെ ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നാലും ചെറിയൊരു ട്രസ്റ്റ് ഇഷ്യൂ. നമ്മളിവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഒരു സ്മൂത്തിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കുള്ള ബോട്ട് റെഡി ആയിട്ടോ. ഈ ആക്ടിവിറ്റി ചെയ്യുന്നില്ലാത്തവർ അവർ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ദ്വീപിലോട്ട് കൊണ്ടുപോകുകയാണേ. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മുടെ 4 ഐലൻഡ് ടൂറിലെ അവസാന സ്റ്റോപ്പാണ് ഹോംതോങ് ഐലൻഡ്. ഇതൊരു വമ്പൻ ദ്വീപാണ് കേട്ടോ. ഒരു വശത്ത് മനോഹരമായ ബീച്ചും മറുവശത്ത് വലിയൊരു വാട്ടർ പാർക്കും. ഇതിൻ്റെ എല്ലാം ഇടയിലൂടെ യൂറോപ്യൻ മാതൃകയിലുള്ള കെട്ടിടങ്ങൾ. ലഞ്ചിന് സമയമായേ. ഈ ദ്വീപിലാണ് നമ്മുടെ ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബോട്ട് ഇറങ്ങിയ സ്ഥലത്തു നിന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ക്യാബ് എടുത്തേ. നമ്മുടെ ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നമ്മളിന്ന് ഫുഡ് കഴിക്കുന്നത് ഇവിടുത്തെ ഫേമസ് റെസ്റ്റോറൻറ്റായ മാംഗോ ബൊഫെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. അത് നമ്മുടെ വാട്ടർ തീം പാർക്കിന് വളരെ നിയർ ആട്ടോ. ഇതേ ഐലൻഡിൽ തന്നെയാണ് നമ്മുടെ കേബിൾ കാർ സ്റ്റേഷനുള്ളത്. ഈവനിങ് ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് കേബിൾ കാർ വഴി സൺസെറ്റ് ടൗണിലോട്ട് പോകും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു ഫ്രൂട്ട് പാരഡൈസ് ആണ്.
നല്ല മധുരമുള്ള വിയറ്റ്നാമീസ് മാമ്പഴങ്ങൾ, പൈനാപ്പിൾ, ഡ്രാഗൺ ഫ്രൂട്ട്, പപ്പായ, അങ്ങനെ ഒരു പിടി ഫ്രഷ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് നമുക്കിവിടെ മനസ്സ് നിറയെ കഴിക്കാം കേട്ടോ. 2 നിലകളിലായിട്ടാണ് ഇവർ ഫുഡ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നില വെജിറ്റേറിയൻസിനും താഴത്തെ നില നോൺ വെജിറ്റേറിയൻസിനും. 500+ ആൾക്കാർക്ക് ഒന്നിച്ചെന്ന് കഴിക്കാൻ പറ്റിയ സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലിയോടൊപ്പം തിരക്കില്ലാതെ നല്ലപോലെ റിലാക്സ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഫ്രഷ് ചെമ്മീൻ, സ്ക്വിഡ്, ഗ്രിൽ ചെയ്ത ഫിഷസ്, അങ്ങനെ കുറച്ചധികം സീ ഫുഡ്സും അതുപോലെ സിമ്പിളായ വെസ്റ്റേൺ ഫുഡും ഇവിടെ ഉണ്ട് കേട്ടോ. ബീഫും പോർക്കും ചിക്കനും അങ്ങനെ വലിയൊരു നോൺ വെജ് ഏരിയയും ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിലേത് സംഭവമാണ് നമ്മുടെ വായിക്ക് ടേസ്റ്റ് ആവുന്നത്, നമുക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് കണ്ടുപിടിക്കാൻ തന്നെ എടുക്കും 1-2 മണിക്കൂർ. കുട്ടികൾക്ക് ഫ്രൂട്ട്സൊക്കെ കൊടുത്ത് നെഞ്ച് ഫില്ല് ചെയ്തിട്ട് ഞാൻ വെച്ചാൽ അത്യാവശ്യം വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്തിട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് പരമ്പരാഗത വിയറ്റ്നാമി വിഭവങ്ങളാട്ടോ. വിയറ്റ്നാമീസ് നൂഡിൽസ്, വിയറ്റ്നാമീസ് റൈസൊക്കെ, അതുപോലെ ഫൂക്കോക്ക് സ്പെഷ്യൽ സീ ഫുഡ്സും. ഇവിടേക്കുള്ള ടിക്കറ്റ് എടുക്കുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് എടുക്കാതെ കോംബോ ആയിട്ട് എടുക്കണേ. കേബിൾ കാറിലേക്കുള്ള ടിക്കറ്റിൻ്റെ കൂടെ വാട്ടർ പാർക്കും ബഫറ്റും ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെയായിരുന്നു നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഓപ്പൺ ഫുഡ് ഏരിയ കേട്ടോ. ഇവിടെ ഒരു സൈഡിൽ തന്നെ 100-ലധികം വിഭവങ്ങളുണ്ടായിരുന്നു. അതുപോലെ അപ്പുറത്തെ സൈഡും ഡ്രിങ്ക്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ഏരിയ തന്നെ ഉണ്ടായിരുന്നേ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വാട്ടർ ആക്ടിവിറ്റി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് നേരെ വാട്ടർ ആക്ടിവിറ്റിയിലോട്ട് പോകണേ. നമുക്ക് ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യാനില്ല. വാട്ടർ ആക്ടിവിറ്റി കഴിഞ്ഞ് വേണം നമുക്ക് കേബിൾ കാറിലോട്ട് പോകാനായിട്ട്. അപ്പം നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് സെറേനെ ഫീഡ് ചെയ്ത് ഒന്ന് ഫ്രഷപ്പായി നേരെ ഞങ്ങൾ പാർക്കിലേക്ക് നടന്നേ. അങ്ങനെ നമ്മൾ ഹോംഡോങ് ഐലൻഡിലെ മെയിൻ അട്രാക്ഷനായ അക്വാടോപ്പിയ വാട്ടർ പാർക്കിലേക്ക് എത്തി കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സേഫ് ആയിട്ടുള്ള കിഡ്സ് സോണുണ്ട് ഇവിടെ. അതുപോലെ മുതിർന്നവർക്കുള്ള ഭീമൻ റൈഡുകൾ വേറെയും. വെള്ളമൊക്കെ ഭയങ്കര ക്ലീൻ ആട്ടോ. എവിടെ നോക്കിയാലും ലൈഫ് ഗാർഡ്സും ഉണ്ട്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഇത്തവണ ഞാനാണ് സെബാൻ്റെ കൂടെ റൈഡിലെല്ലാം ഇറങ്ങിയത്. സേറ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച ആൾ ഉറങ്ങിപ്പോയതാ. പാർക്കിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പം മ്യൂസിക്കും വാട്ടർ ഡാൻസൊക്കെ ആയിട്ടോ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. എല്ലാ ടൈമും അവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. കുട്ടികൾക്ക് എത്ര വെള്ളത്തിൽ കളിച്ചാലും മതിയാവില്ല. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇന്നും വാട്ടർ പാർക്കിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെയും ലോക്കർ ഫെസിലിറ്റിയും ചേഞ്ചിങ് റൂമൊക്കെ ഉണ്ട്. ലോക്കർ റൂമിൽ കൊണ്ട് നമ്മുടെ ബാഗൊക്കെ വെച്ചിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പാർക്കിലേക്ക് ഇറങ്ങി. ഇവിടുത്തെ ലോക്കർ റൂമിൻ്റെ കീ എന്ന് പറഞ്ഞാൽ കയ്യിലിടുന്ന ഒരു ബാൻഡ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എവിടെയും കഷ്ടപ്പെട്ട് സേവ് ചെയ്ത് വെക്കണ്ട. എല്ലാം കഴിഞ്ഞ് വന്ന് ഓപ്പൺ ചെയ്യാനും എളുപ്പമാണ്. മിസ്സാവോ എന്നുള്ള ടെൻഷനും ഇല്ല. നമ്മൾ നേരെ പോയത് കിഡ്സ് പ്ലേ സോണിലോട്ടാട്ടോ. അവിടെ കിഡ്സിനും ഫാമിലിക്കും ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ചെറിയ സ്ലൈഡുകളും ആഴമില്ലാത്ത പൂളുകളൊക്കെയാണ്. അതുകൊണ്ട് തീരെ പേടിക്കണ്ട. ഈ വാട്ടർ പാർക്കൊക്കെ അത്യാവശ്യം ക്രൗഡഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സെബാന് കളിക്കാൻ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടായിരുന്നു. വാട്ടർ ഗണ്ണൊക്കെ ഇഷ്ടം പോലെ. ഇവിടെ ഒരു വാട്ടർ ആക്ടിവിറ്റി സ്ലൈഡ് എന്നതിനേക്കാളും വാട്ടർ പ്ലേ ഏരിയ ആയിരുന്നേ. സേറ ഉറക്കത്തിൽ നിന്നിട്ട് അവളും കുറേ നേരം കളിച്ചിട്ടോ. പൂളിലൊന്നിട്ട് ആഴമില്ലാത്തതാണ് അവൾക്ക് അതിനകത്തിറങ്ങി നിൽക്കാനും വെള്ളത്തിൽ കളിക്കാനൊക്കെ ഇഷ്ടമായിരുന്നേ. ഇവരടുത്തടുത്ത് തന്നെ പുതിയ പുതിയ സ്റ്റേഷനുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് ഓടി കിടന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ബീച്ച് വൈബും പൂൾ വൈബും എല്ലാം റെഡിയാണ്. നമുക്ക് അധികം ടൈമില്ല കേട്ടോ ഇവിടെ സ്പെൻഡ് ചെയ്യാനാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത് കേബിൾ കാർ ആക്ടിവിറ്റിയാണ്. അതിന് മുന്നേ ഓടി നടന്ന് ഞങ്ങളെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തിട്ടോ. ഇതിലെല്ലാം കളിച്ച് മടുത്തപ്പോൾ കുറച്ച് നേരം ലേസി റിവറിൽ വെറുതെ കിടന്നു. ഇവിടെ വന്നപ്പോൾ കുറേ മലയാളീസിനെ കണ്ടിട്ടോ. കൊച്ചിക്കാർ തന്നെ. എല്ലാവരും പെട്ടെന്ന് അങ്ങ് കമ്പനിയായി. സേറെ ഉറക്കത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് ഇച്ചായും പൂളിലേക്കൊക്കെ ഇറങ്ങി. പിന്നെ ഒരു ആഘോഷമായിരുന്നു. ഒരു ഫാമിലി ഫ്രണ്ട്സ് ഫൺ വൈബ്. എല്ലാവരും കൂടെ ശരിക്കും അടിച്ചു പൊളിച്ചേ. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. സേറേനെ പിടിക്കാൻ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയതുകൊണ്ട് ഞാനും ഇച്ചായും കൂടെ ഒന്നിച്ച് കുറേ റൈഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടോ. എല്ലാ ആഘോഷവും കഴിഞ്ഞ് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാനായിട്ട്. ഇന്നത്തെ ഈ 4 ഐലൻഡ് ടൂറിലെ വിശേഷങ്ങൾ ഇവിടെ തീരുവാണേ. ഐലൻഡുകളെ കണക്ട് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളമേറിയ കേബിൾ കാറിലെ ഒരു കിടിലൻ യാത്രയും സൺസെറ്റ് ടൗണിലെ രാത്രി വിശേഷങ്ങളും നെക്സ്റ്റ് വീഡിയോയിലുണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.